200-ലധികം ഗാനങ്ങൾ എഴുതുകയും സംഗീത സംവിധാനം നിർവഹിക്കുകയും ചെയ്ത സാധാരണക്കാരനാണ് ലത്തീഫ് മുല്ലശ്ശേരി എന്ന ചങ്ങനാശ്ശേരിക്കാരൻ. കഥാപ്രസംഗം, നാടകം, ടെലിഫിലിം, ആൽബം എന്തിന് ഇപ്പോൾ സിനിമയിലും കൈവച്ചു അദ്ദേഹം. ജീവിതം കൂട്ടിമുട്ടിക്കാൻ പകൽ കോട്ടയത്ത് ഫുട്പാത്ത് കച്ചവടം നടത്തുമ്പോഴും മനസ്സിൽ സംഗീത സാഗരം അലയടിക്കുകയാവും. തികഞ്ഞ ആസ്വാദകയായ ഭാര്യ റെജീനയും എന്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന സൗഹൃദങ്ങളുമാണ് ലത്തീഫിന് തുണ. കലയെ സ്നേഹിച്ച് ജീവിക്കാൻ മറന്നോ എന്ന് നമുക്ക് തോന്നുമ്പോഴും വാടക വീടിൻ്റെ ഇടുങ്ങിയ മുറിയിൽ നിന്നും ഇദ്ദേഹം ഉറക്കപ്പാടും ലോക ജേതാവിനെ പോലെ. മലയാളത്തിൽ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാൻ ഇനി യേശുദാസും ജയേന്ദ്രനും മാത്രം ബാക്കി. അവർക്കുള്ള ഗാനങ്ങളും എഴുതി ചിട്ടപ്പെടുത്തി ആ വലിയ സ്വപ്നവുമായി കാത്തിരിക്കുന്നു ലത്തീഫ് മുല്ലശ്ശേരി. കേൾക്കാം, കാണാം. സാധാരണയിൽ സാധാരണക്കാരനായ സംഗീത സംവിധായകൻ ലത്തീഫ് മുല്ലശ്ശേരി എന്ന ചങ്ങനാശ്ശേരിക്കാരൻ മലയാളത്തിലെ യേശുദാസിനെയും ജയചന്ദ്രനെയും കൊണ്ട് തൻ്റെ പാട്ടുകൾ പാടിക്കുവാൻ വേണ്ടി അവർക്കായി പാട്ടുകൾ എഴുതി കാത്തിരിക്കുന്ന സാധാരണക്കാരൻ. ഇക്കായ്ക്ക് ഈ വലിയ മോഹം നടക്കും എന്നൊരു തോന്നലുണ്ടോ? എന്താ ഇക്കാടെ അഭിപ്രായം? ഇതേക്കുറിച്ച് സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഒരു ഭയങ്കര മോഹമായിരുന്നു. ഒരു 10-15 വർഷമായിട്ട് ഈ മോഹം കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പേ ഞാൻ പല രംഗങ്ങളിലും ഈ പാട്ടുകൾ സംഗീതം ചെയ്യുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കഥാപ്രസംഗത്തിന്, നാടകത്തിന്, പിന്നെ ഈ ടെലിഫിലിമിന്, പിന്നെ അങ്ങനെ എല്ലാ ഈ ചെറിയ ഈ വരികളിലൊക്കെ ഞാൻ പാട്ട് ചെയ്തിട്ടുണ്ട്. ഒടുവിൽ ഞാൻ അഴകൊത്ത മൈന എന്നൊരു ആൽബത്തിന് വേണ്ടിയാണ് ആദ്യമായിട്ട് ഒരു 10-20 വർഷം മുമ്പ് പാട്ട് എഴുതുന്നത്. അത് എൻ്റെ ഒരു ബ്രദർ കൂടിയായ നൗഷാദ് മുല്ലശ്ശേരി ആണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ എനിക്ക് അതിനകത്തൊരു ചാൻസ് തരുമായിരുന്നു. ആ ആൽബത്തിൽ പിന്നെ ബിദു പ്രതാപ്, പിന്നെ അഫ്സൽ, OE ബഷീർ, രഹന, അങ്ങനെ കുറച്ച് പ്രശസ്ത പിന്നണിക്കാരാണ് പാടിയത്. അത് കഴിഞ്ഞ് അതിൻ്റെ വിജയത്തെ തുടർന്ന് എൻ്റെ വേറൊരു ബ്രദർ കുളിർമഴയായി എന്ന ഒരു ആൽബം എടുത്തു. അതിനകത്ത് വേണുഗോപാൽ, മധു ബാലകൃഷ്ണൻ, പിന്നെ ഷുഹൈബ് ഹമീദ്, സുജാത എന്നീ നല്ല പ്രശസ്തരായിട്ടുള്ള 4 ഗായകർ അതിൽ പാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് മലബാർ മുത്തേ, അതിനകത്ത് വിജയ് യേശുദാസ് പാടി. മലബാർ മുത്തേ അതൊരു മാപ്പിള ആൽബമായിരുന്നു. വിജയ് യേശുദാസ്, സുജാതയുടെ പിന്നെ മകൾ ശ്വേത, അങ്ങനെ നല്ല പ്രസിദ്ധമായിട്ടുള്ള കുറച്ച് പേര് പാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിലാൽ എന്നുള്ളൊരു കാസറ്റ് ഒരു ആൽബം എടുത്തു. അതിലും ഒരു പ്രസിദ്ധരായിട്ടുള്ളവരൊക്കെ തന്നെ പാടിയത്. അങ്ങനെ പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ചെറുപ്പം തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സംഗീത സംവിധാനമാണെങ്കിൽ യേശുദാസിനെ കൊണ്ടും ജയചന്ദ്രനെ കൊണ്ടും പാടിക്കണമെന്നുള്ള. പക്ഷേ ഒടുവിൽ ഞാൻ അവർക്ക് വേണ്ടി 2 പാട്ട് ഞാൻ തന്നെ എഴുതി കമ്പോസ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് പിന്നെ അത് പാടിക്കാൻ ഉള്ള ഒരു മലബാർ മുത്തിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞ് ഞാൻ അത് പാടിക്കാനുള്ള എല്ലാം നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിനും അത് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ യേശുദാസിനെ കൊണ്ടും ജയചന്ദ്രനെ കൊണ്ടും പാടിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പം അങ്ങനെ ആ മോഹം ഇപ്പോഴും കിടക്കുന്നു. ഈ അദ്ദേഹത്തെ ഇവരെ കൊണ്ട് പാടിക്കണമെന്നുള്ളത്. അത് നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്നല്ലാതെ നമുക്കൊന്നും അതിനുള്ള കഴിവില്ല. അപ്പോൾ ആ ഒരു മോഹം. പക്ഷെ അതിലെ ആ 2 പാട്ടുകൾ ഞാൻ ചിലയിടത്തൊക്കെ പാടാറുണ്ട്. ഈ അവസരം ഒത്തു വന്നാലേ പെട്ടെന്നത് എല്ലാം റെഡി ആയിട്ടിരിക്കുക. അറിയാം. അത് യേശുദാസിനെ കൊണ്ട് പാടാൻ വെച്ചിരിക്കുന്ന പാട്ടിൻ്റെ ഒരു പല്ലവിയാണെന്ന് പാടാം. അനുവാദമൊന്നും ചോദിച്ചതില്ല അഴകേ നിൻ മനസ്സിൽ ഒരു കൂടുകൂട്ടാൻ. അനുവാദമൊന്നും ചോദിച്ചതില്ല അഴകേ നിൻ മനസ്സിൽ ഒരു കൂടുകൂട്ടാൻ. എൻ മോഹക്കിളികൾ ചിറകടിച്ചിന്നും ഉയരുന്നു നിന്നിലലിയാൻ, ഉയരുന്നു നിന്നിൽ അലിയാൻ. അനുവാദമൊന്നും ചോദിച്ചതില്ല അഴകേ നിൻ മനസ്സിൽ ഒരു കൂടുകൂട്ടാൻ.
ഇതാണ് യേശുദാസിനെ കൊണ്ട് പഠിക്കാനുള്ള പാട്ടിൻ്റെ പല്ലവി. ഇത് ഈ ജയചന്ദ്രനെ കൊണ്ടും അദ്ദേഹത്തെ കൊണ്ട് പഠിക്കാനുള്ള പാട്ടിനുണ്ട്. ജയചന്ദ്രൻ കൽബിനു കഴിയുമെങ്കിൽ നീ മറന്നോളൂ, എന്നെ മറന്നോളൂ. കൽബിനു കഴിയുമെങ്കിൽ നീ മറന്നോളൂ, എന്നെ മറന്നോളൂ. കൽബിൻ ഉൾക്കണ്ണുകളാൽ ഞാൻ കണ്ടോളാം, നിന്നെ കണ്ടോളാം. ഇപ്പൊ നമ്മ ഈ കേട്ട ഈ പാട്ടിനകത്ത് ഈ രണ്ട് പാട്ടും കേട്ടപ്പോഴതിനും എവിടെയൊക്കെയോ ഒരു ചെറിയ സങ്കടത്തിന്റെ ഒരു അലകള് ഉണ്ട്. അതെന്താ അങ്ങനെ? അത് സങ്കടത്തിൻ്റെ അലകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെറുപ്പം തൊട്ട് കേൾക്കുന്ന പാട്ടിൽ, ആ തുടങ്ങുന്ന പാട്ടിൽ താരാട്ട് പാട്ട് ആണല്ലോ, ആ താരാട്ട് പാട്ടിൽ വളരെ ഒരു ദുഃഖപരമായിട്ടുള്ള ഒരു കുഞ്ഞിനെ ഒരമ്മ ഉറക്കുന്ന പാട്ടാണെങ്കിലും അതിനകത്ത് ദുഃഖത്തിൻ്റെ ഈ ചായ്മുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെയുള്ള പാട്ടുകളോട് വലിയ താല്പര്യം തോന്നി. ഇപ്പം അങ്ങനെ ഞാൻ ഒരു നാടകത്തിന് വേണ്ടി ഒരു പാട്ട് എഴുതിയായിരുന്നു, വിഷാദരാഗങ്ങൾ. അത് നല്ല ഇതായി. അപ്പോൾ അത് എൻ്റെ ഒരു സുഹൃത്ത് വാസുക്കുട്ടൻ, ചങ്ങനാശ്ശേരി വാസുക്കുട്ടൻ പാടി ഇപ്പം വളരെ ഹിറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സത്യം പറഞ്ഞാൽ അതിൽ എൻ്റെയും ഓരോരുത്തരുടെ ജീവിതം ആണ്. ഒരു രാമൻ ഒരു പകലുണ്ടെന്ന് ഒരു സത്യമുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. പക്ഷേ ഉണ്ടായോ, എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു ദുഃഖവും സുഖവും. പക്ഷേ ഞാനിപ്പോൾ ഇത്രയും വർഷമായിട്ട് നമ്മളത്തേക്ക് ഇതിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതെനിക്കൊരു ആനന്ദമാണ്. അപ്പോൾ അതിൽ ഞാൻ ആ പാട്ട് എഴുതിയ ആണ്. അതിന് ആ ഒരു ആനന്ദത്തിൽ ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി എഴുതിയാണെങ്കിൽ നമ്മുടെ എല്ലാ അനുഭവമാണ്, മിക്കവാറും ഭൂരിഭാഗം നിങ്ങളുടെയും ആണെങ്കിലും എല്ലാം അനുഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു രണ്ടുപേരും ഞാൻ പാടുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കും. ആ ദുഃഖച്ചായ്വ മോഹനരാഗത്തിലാണത്. വിഷാദരാഗങ്ങളെന്നുമെന്നുടെ മനസ്സിനെയും ചുണർത്തുന്നു. ഉണരാതെയൊരു നാൾ ഉണരാതുറങ്ങാൻ മനസ്സോ കൊതിക്കുന്നു, എൻ്റെ മനസ്സോ കൊതിക്കുന്നു. വിഷാദരാഗങ്ങളെന്നുമെന്നുടെ മനസ്സിനെയും വെച്ചുണർത്തുന്നു. അപ്പോൾ ഈ പാട്ടിനും വളരെ എല്ലാവരും പറഞ്ഞത് വളരെ ഈ സ്ഥായിയാണ് എനിക്ക് കൂടുതലും താല്പര്യം. സന്തോഷപ്പാട്ട് ഇഷ്ടമല്ലെന്നല്ല, പക്ഷേ നമ്മുടെ ജീവിതത്തിനും ദുഃഖങ്ങളും എല്ലാം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള പാട്ടിനോട് ഇച്ചിരി താല്പര്യം ഉള്ള ആ ജീവിതഗന്ധി എന്ന് പറഞ്ഞ പോലെ അതിനകത്ത് എപ്പോഴും കിടക്കും. ഏത് പാട്ടാണെങ്കിലും എൻ്റെ അതെ. അപ്പോൾ ഈ മോഹനരാഗത്തിലാണ് സത്യത്തിൽ പറഞ്ഞാൽ എൻ്റെ മാതാവ് എൻ്റെ പാട്ട് പാടി ഇവർക്കിട്ടുള്ളത്. എൻ്റെ കൊച്ചിലെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഞാൻ പ്രായമാകുമ്പോഴത്തേക്ക് എൻ്റെ ഇളയ സഹോദരങ്ങളെയൊക്കെ ഉറക്കുന്നതും ഈ രാഗത്തിലുള്ള പാട്ടാണ്. എന്നാൽ അവർക്ക് രാഗമൊന്നും അറിയത്തില്ല. അതുകൊണ്ടുണ്ട് മോഹനമാണെന്ന് ഞാനും അത് മനസ്സിലാക്കി പിന്നെയാണ്. പക്ഷേ അമ്മ താരാട്ട് പാട്ട് പാടുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഈ മോഹനവും കല്യാണിയുള്ള ഈ ആ രാഗത്തിലുള്ള ചായ്വയാണ്. അപ്പോൾ അതിനകത്തൊക്കെ എല്ലാം ഈ ശോകമാണ്. സത്യം പറഞ്ഞാൽ ഈ ജീവിച്ചിരിക്കുമ്പോൾ അത് കേൾക്കുവാണെങ്കിൽ നമുക്ക് കണ്ണ് നിറയുന്ന പോലെയാണ്. അപ്പം ഞാനപ്പം മരിക്കാനായിട്ട് ആശുപത്രിയിൽ അത് കിടക്കുമ്പോഴത്തേക്ക് ഞാൻ പോയി ചോദിച്ചു, ആ പാട്ടൊന്ന് പതിക്കൊന്ന് മൂളാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഉമ്മയോട് ചോദിച്ചപ്പോഴത്തേക്ക് അത് ഒരു മൊബൈലിൽ അത് പിടിച്ചു പാടാൻ വയ്യെങ്കിലും അത് മൂളി. അപ്പോൾ അതിൻ്റെ ആരടിച്ച പെറ്റകണ്ടേ നീയുറങ്ങ് എന്നുള്ള ഒരു നീ ഉറങ്ങ് മോനെ, നിന്നെ ആരാ അടിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള തമിഴ് ചാനലുള്ള പാട്ടുകൾ അമ്മ പാടും സീരിയലാണ്. പക്ഷെ അവർ സംഗീതം പഠിച്ചവരോ ഒന്ന് പാട്ട് അറിയുന്നവരൊന്നുമല്ല. പക്ഷേ ആ ഒരു ഇതിൽ ഞാൻ ചെയ്യുന്ന പാട്ടുകളിലെല്ലാം ഇതിൻ്റെ ഒരു ആ മാതാവ് അന്ന് പാടിൻ്റെ ഒരു ഏത് രാഗത്തിലാണെങ്കിലും ആ ഒരു ചായ വരും. അപ്പോൾ ആ വരുമ്പോഴത്തേക്കാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഈ പാട്ടിനെല്ലാം ഒരു ശോകത്തിൻ്റെ ഒരു ചായ വരുന്നത്. അത് ഭയങ്കര വിജയമായി. ഈ വിഷാദരാഗങ്ങൾ വാസുക്കുട്ടൻ പാടി ഫേമസ് ആക്കിയപ്പോഴത്തേക്ക് പലരും ചോദിച്ചു ഇത്
എങ്ങനെ എഴുതിയ എങ്ങനെയാണ് സംഗീതം? അതെ 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 പാട്ടുകളും അതെ 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 ജീവിതം കൊള്ളുന്ന. അല്ല, നമ്മൾ ഈ കൂടുതൽ പ്രശസ്തിക്ക് വേണ്ടിയൊന്നുമല്ല, ഇത് തന്നെ ഒരു ആനന്ദമാണ്. ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിരുന്നത് എന്നോട് ഈ സംഗീതത്തെപ്പറ്റി ചോദിക്കുന്നത് എനിക്കൊരു ആനന്ദമാണ്. പക്ഷെ ഞാൻ പ്രശസ്തി നേടിയിട്ടുണ്ടെന്ന അതില്ല, ഇത് തന്നെയാണ് ഒരു പ്രശസ്തി. പക്ഷെ ഈ എടുത്തു പറയാനായിട്ടേ ഒക്കെ യാതൊരു സംഗീത പാരമ്പര്യമൊക്കെ പറഞ്ഞു കേട്ട് എനിക്ക് തോന്നുന്നില്ല. ഇല്ല ഇല്ല. എന്നിട്ടും ഇതുപോലെയുള്ള അതായത് നോക്കുവാണെങ്കിൽ ഒത്തിരി പേരിലേക്കാണ് നിൽക്കുന്നത്, കാശിന് വേണ്ടി അല്ല ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു കലാകാരനായിട്ട് വളരാനായിട്ട് എന്നാ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്നാന്ന് ചോദിച്ചാൽ, ഈ ചെറുപ്പം തൊട്ട് നമ്മൾ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ പാട്ടിനോടൊക്കെ വലിയ താല്പര്യമാണ് എന്നാ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്നെ ചെറുപ്പത്തിൽ ഒരാൾ പോപ്പുലർ തിയേറ്ററിൽ സിനിമ കാണിക്കാൻ കൊണ്ടുവന്നു. ആദ്യമായിട്ട് ഞാനപ്പോൾ സിനിമ കാണുന്നത് സീത എന്നുള്ളൊരു പടമാണ് ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു 5 വയസ്സ് അല്ല, 5 വയസ്സൊന്നും ഇല്ല. ഞാൻ അതിൻ്റെ പകുതിയായപ്പോഴത്തേക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ പോകണമെന്ന്. അപ്പോൾ അതിനോടിടയ്ക്ക് ഞാൻ അതിനകത്ത് ഒരു പാട്ട് അന്ന് ചെറുപ്പത്തിൽ എനിക്ക് ഇത് ഇപ്പോഴും ആ സീൻ ഓർക്കുന്നുണ്ട്. പാട്ടുപാടി ഉറക്കാൻ ഞാൻ താമരപ്പൂം പൈതലേ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, അവേദേവ് എഴുതിയ പാട്ട്. അപ്പോൾ അത് എൻ്റെ ഈ താരാട്ടുപാട്ടിൻ്റെ ചെറിയ ഓർമ്മയും അതും ഇതും കൂടെ വന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി ഈ പാട്ടിനോട്. ഞാൻ എൻ്റെ ടെലിഫിലിമിൽ ഈ പാട്ടാണ് ആദ്യം ചേർത്തിരിക്കുന്നത്, ദക്ഷിണാമൂർത്തി സ്വാമികൾ. ആ ദക്ഷിണാമൂർത്തി സ്വാമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്, അവിടെ പോയി ഒന്ന് കാലത്തൊട്ടൊന്ന് വന്നിക്കാനുമുള്ള ഒരു ഭാഗ്യം എനിക്ക് ഭാഗ്യം കിട്ടി തിരുനക്കര അമ്പലത്തിൽ വെച്ച്. എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ആ പാട്ടിൻ്റെ ഗുരുവാണെൻ്റെ ഇത്. അപ്പം ഈ ദക്ഷിണാമൂർത്തി, ദേവരാജൻ, ബാബുരാജ്, കെ രാഘവമാസ്റ്റർ, ഇവരെയൊക്കെ വലിയ ഇഷ്ടമാണെങ്കിലുണ്ടല്ലോ, അതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് മറ്റാരെയും കണ്ടിട്ടില്ല. ഇദ്ദേഹത്തെ ഞാനപ്പം കച്ചവടക്കാരാണ്. കോട്ടയത്ത് ഞാൻ തിരുനക്കര മൈതാനത്തെ ഇപ്പം ഞാൻ ഈ ഫുട്പാത്തിൽ ഈ കച്ചവടമാണ്, ജോസ്കോടെ ഫ്രണ്ടിൽ ഈ ചെറിയ സ്റ്റേഷനറി ഐറ്റങ്ങളുമായിട്ടുള്ള കച്ചവടമാണ്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കച്ചവടത്തിന് പോയപ്പോഴത്തേക്കാണ് ദക്ഷിണാമൂർത്തിയെ എല്ലാവരും ദക്ഷിണാമൂർത്തിയെ കാണാനായിട്ട് വന്ന് വലിയ ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ ഭാഗ്യം കിട്ടുമെന്ന് ഇല്ലപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്ന് ഈ റൂമിലിരുന്ന് ബെറ്റ മുറുക്കുന്ന ആ സമയത്ത് ഞാൻ ഓടിപ്പോയിട്ട് സ്വാമി എന്ന് വിളിച്ചു. മതി എന്നുള്ളൊരിത് വന്നു, അല്ലാതെ ഞാൻ സംസാരിച്ചുമില്ല, ഒന്നുമില്ല. അദ്ദേഹം ആഗ്രഹിച്ചാണ് എന്നെ കാണാനും സംഗീതത്തോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മതി ഒരനുഗ്രഹം, ആ കൈ കൊണ്ടുള്ള ആ കാണിയിൽ അത് പോവുകയും ചെയ്തു. ഇതേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തെ പറ്റി അപ്പോൾ എനിക്കൊരു ടെലിഫിലിം എടുക്കാൻ ഭയങ്കര ഒരു ഭാഗ്യമാണ് എൻ്റെ ജീവിതത്തിൽ. ദക്ഷിണ എന്ന് പറഞ്ഞ ടെലിഫിലിം തുടക്കം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അപ്പം എന്നിലുള്ള ഈ കലാകാരൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഭരതരാജ് ഭാർ എന്ന് പറഞ്ഞ അടങ്ങാത്ത ആവശ്യമായിരുന്നു. അപ്പം ഭരതരാജ് ഭാർ എന്നുള്ള ഗുരുവിനെ ഞാൻ തന്നെ കണ്ടെത്തി. അപ്പം വീട്ടുകാർ പോലും അറിയാതെ ഞാൻ അദ്ദേഹത്തിന് വേറൊരു വീട്ടിൽ കൊണ്ട് ദക്ഷിണം വെച്ചു തുടങ്ങി. അപ്പം ഹാർമോണിയം പഠിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ഈ ഹാർമോണിയത്തിൻ്റെ, അപ്പം ഞാൻ അവിടുത്തെ ഈ ഹാർമോണിയം പഠിച്ച് കീർത്തനം വരെ എത്തിയപ്പോഴത്തേക്ക് പഠനം അങ്ങ് നിന്നു. അദ്ദേഹം വീട്ടിൽ വന്ന് പഠിപ്പിക്കായിരുന്നു. ആദ്യം എനിക്ക് പേടിയായിരുന്നു, മാതാപിതാക്കളോട് ഇതൊക്കെ പറയുന്നത്. പിന്നെ അവർക്ക് താല്പര്യപ്പെട്ടു. അമ്മയ്ക്ക് ഈ പാട്ടിനോടുള്ള ഇഷ്ടം, അച്ഛനും പാട്ടിനോടുള്ള ഇഷ്ടമുള്ളതുകൊണ്ട് യാഥാസ്ഥിതി കുടുംബങ്ങളിലൊന്നും അങ്ങനെ ഒരു ഭാഗവരൊന്നും പാടിക്കാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്കത് അനുകൂലമായിരുന്നു. അപ്പോൾ എല്ലാ കലാകാരനെ അവർക്കറിയാം. ഞാൻ എഴുത്തും കഥാപ്രസംഗവും അതും ഇതും എല്ലാം നടക്കുമ്പോഴത്തേക്ക് പണിയുന്നുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ എതിർപ്പായിരുന്നു. പെട്ടിയും കുടുംബത്തിൽ തന്നെ പെട്ടിയും കൊണ്ട് ഇരിക്കുന്നു, രാവിലെ എണീച്ചാൽ ഈ ഹാർമോണിയത്തെ അവരൊക്കെ വല്ലാറിയത് അങ്ങനെയാണല്ലോ, അവരുടെ കുഴപ്പമല്ല, മതപരമായിട്ട് ചിന്തകളൊക്കെ അവരുണ്ട്. പക്ഷേ ഫാദറിനും മദറിനും ആ ഒരു ഇതില്ലായിരുന്നു. അപ്പം അങ്ങനെ ഈ പാട്ട് പഠിച്ചപ്പോൾ ഞാൻ കുറച്ച് പാട്ടുകൾ വായിക്കാനും സ്വന്തമായിട്ട് എഴുതാനും ഒക്കെ ഉള്ള താല്പര്യമായി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് എൻ്റെ സുഹൃത്ത് കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരന് ഒരു ബി.ഡി. രായപ്പൻ്റെ കഥാപ്രസംഗം കേട്ടപ്പോഴത്തേക്ക് എനിക്കിവിടെ ഒരു കഥാപ്രസംഗം എഴുതാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എഴുതാം. അപ്പോൾ എനിക്കൊരു ധൈര്യമുണ്ട്. അതാ അന്ന് കൃഷ്ണൻകുട്ടിക്കാണ്ട് 10-18 വയസ്സുണ്ട്, എനിക്കൊരു 10-22 വയസ്സ് കാണുമായിരിക്കും. അങ്ങനെ കഥാപ്രസംഗം കറുത്ത മണവാട്ടി എന്നുള്ള കഥാപ്രസംഗം ആദ്യം എഴുതുന്നു. ബി.ഡി. രായപ്പൻ്റെ ആ സ്റ്റൈൽ വെച്ചുകൊണ്ട് എഴുതുന്നു. പിന്നെ അതുപോലെ തന്നെ കരയുന്ന സുന്ദരി എന്നെ കഥ പറയുന്നു. പിന്നെ സാമൂഹ്യതയിലോട്ട് ഇരുന്നു, സ്നേഹമന്ദിരം.
അങ്ങനെ പിന്നെ പല കാതികന്മാർ പലരും ഉള്ള കാതികന്മാർ 10-20 കാതികന്മാർ ഈ പിള്ളേർ കൊച്ചായിട്ടും വലുതായിട്ടും വന്നു. ഒടുവിൽ വന്നത് വിശ്വഗുരു എന്നൊരു കഥാപ്രസംഗം ഞാൻ എഴുതി. ഈ ശ്രീ നാരായണ ഗുരുവിൻ്റെ ഒരു കഥാപ്രസംഗത്തിൻ്റെ കാലം കഴിഞ്ഞു. അപ്പോൾ ആൽബത്തിൽ ഒരു 5-8-10 ആൽബം ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഈ നാടകം 10-15 നാടകങ്ങളോട് എഴുതി അവതരിപ്പിച്ചു. അതിൻ്റെ പാട്ടുകളും എഴുതി അതിനകത്ത് അഭിനയിക്കുകയും ചെയ്തു. അങ്ങനെ അത് സംവിധാനം ചെയ്തു. അതിന് ജയൻ മെമ്മോറിയൽ ആർട്സ് ക്ലബ്ബാണ് എനിക്ക് സഹായം ചെയ്തത്. ജയൻ മരിച്ചപ്പോഴത്തേക്ക് ഒരു ക്ലബ്ബ് തൃക്കടിത്താനത്തുണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ ഈ ഒരു പിന്നെ ദക്ഷിണ എന്ന് പറഞ്ഞൊരു ടെലിഫിലിം പിടിക്കാമെന്ന് തീരുമാനിച്ചു. ഈ 4 ഈ ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി, രാഘവ മാസ്റ്റർ, ബാബുരാജ് ഇവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പിടിക്കണമെന്നുണ്ട്. അതെൻ്റെ മനസ്സിൽ എൻ്റെ ഇഷ്ടതാരങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് ദക്ഷിണ ഈ ടെലിഫിലിം ഉണ്ടാകുന്നത്. അത് ദക്ഷിണ ചെറിയ ഷോർട്ട് ഫിലിം പറയാൻ ഒക്കത്തില്ല. 1 മണിക്കൂറോ ഉണ്ടായിരുന്നു, 50-55 മിനിറ്റ് ഉണ്ടായിരുന്നു ആണ്. അപ്പം അത് നല്ല വിജയമായിരുന്നു. പിന്നെ പഞ്ചരത്നം എന്ന് പറഞ്ഞ ഒരെണ്ണത്തിൻ്റെ പരിപാടിയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അതിപ്പം ദക്ഷിണയുടെ ബാക്കിയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുക. ദക്ഷിണയുടെ ബാക്കിയായിട്ടാണ്. അപ്പോൾ എനിക്കൊരു സ്ട്രോക്ക് വന്ന കാരണം അത് കുറച്ച് നീങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഉടനെ ഇപ്പം തുടങ്ങും. പഞ്ചരത്നത്തിനകത്ത് ഈ മറ്റേതിൻ്റെ ബാക്കിയായിട്ടാണ്, ദക്ഷിണയുടെ ബാക്കിയായിട്ടാണ്. അപ്പോൾ ദക്ഷിണയിൽ ഈ 4 പേരുണ്ടായിരുന്നു. പക്ഷേ പഞ്ചരത്നത്തിൽ 5 പേരാണ്. ചങ്ങനാശ്ശേരിയിലെ LPR വർമ്മയും കൂടെ അതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. ആ LPR വർമ്മയായിട്ട് അഭിനയിക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ വലിയൊരു മൃദംഗിസ്റ്റ്, ഭയങ്കര ഒരു കലാകാരനാണ്. അദ്ദേഹമാണ്. പിന്നെ മൃദംഗം സതീഷ് വാഴപ്പള്ളി സതീഷ് കുമാർ. അപ്പോൾ അദ്ദേഹമാണ് LPRൻ്റെ വേഷം ഇടുന്നത്. അപ്പോൾ LPRനോട് വേഷം ഇടുന്ന കാര്യം പറഞ്ഞോട്ടെ, LPR എൻ്റെ ഒരു ഗുരു കൂടെയാണ്. അങ്ങനെ 3-4 പേരോടെ വോക്കൽ പഠിക്കാൻ പോയെങ്കിലും ഒന്നും പൂർത്തിയായിട്ടില്ല. ഈ ഹാർമോണിയത്തിൽ ഇവിടെ ഈ കീർത്തനം വരെ പാടാനുള്ള ഒരു ചെറിയ ആ കഴിവ് കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. കുറച്ച് രാഗങ്ങളെ പറ്റിയൊക്കെ കുറച്ച് ബോധമുണ്ട്. നമുക്കെല്ലാം പഠിക്കാനൊത്തിട്ടില്ല. ആ ഒരു പ്രയാസം നമുക്ക് എപ്പോഴും ഉണ്ട്. ആ തുടക്കം അങ്ങനെയാണ്. ഈ കഥാപ്രസംഗം, അതുപോലെ നാടകം, ആൽബം, സീരിയൽ, സിനിമയിലാണ്. സിനിമയിലെ കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. സിനിമയിൽ നമുക്ക് മോഹം കണ്ടതിന് ഒന്നും നടന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് സെൽവൻ നാരായണൻ എന്ന് പറഞ്ഞൊരു ക്യാമറാമാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ആൽബം എടുക്കുന്നത് ഈ ഒരു പാട്ടെടുക്കുന്നത് ഞാൻ തന്നെ എഴുതി. റംസാൻ എന്നുള്ളൊരു ആൽബം അദ്ദേഹം അതിന് പിന്നെ ക്യാമറയും വർക്ക് ചെയ്ത് പിന്നെ ചങ്ങനാശ്ശേരി ആർട്ടിസ്റ്റ് ജോയി എന്ന് പറഞ്ഞൊരു നടനെയും വെച്ചുകൊണ്ട് ഞങ്ങൾ എടുത്തു. അപ്പോൾ ആ ആൽബം പിന്നെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ മറ്റേ ഈ ടെലിഫിലിം ചെയ്യാന്നുള്ള മോഹം ഉണ്ടായത്. പിന്നെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതും ചെയ്തപ്പോഴത്തേക്ക് ഈ സെൽവനാരായണൻ്റെ കെറോബിലെ തേരോട്ടം എന്ന് പറഞ്ഞ സിനിമ ചങ്ങനാശ്ശേരിക്കാർ പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനകത്ത് എനിക്ക് 2 പാട്ടിനുള്ള ചാൻസ് കിട്ടി തേരോട്ടത്തിനകത്ത്. പക്ഷേ പ്രശസ്ത ഗായകരൊന്നും അല്ലാതെ പാടിയത്, അതുകൊണ്ട് ആ പാട്ടൊന്നും അത്ര ഇതായില്ല. നല്ലൊരു സിനിമയിൽ ഒരെണ്ണം ചെയ്തു. ആ സിനിമ അധികം ഓടിയൊന്നുമില്ല, പുതുമുഖങ്ങളായിരുന്നു അതിനകത്തെല്ലാം. ആഗ്രഹം സാധിച്ചു. സിനിമയിലെ ടൈറ്റിലൊന്നും പേര് വന്നില്ല, ശരി പേര് വന്നല്ലാതെ പേരും പിന്നെ പല സംഘടനകളിലൊക്കെ ചെറിയ അവാർഡുകൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട്. സാമ്പത്തിക നേട്ടം ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഇല്ലല്ല, അത് ഈ പരാതി ഇരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ സമ്പത്തിന് വേണ്ടിയല്ല ഇത് സ്നേഹിച്ചത്. എനിക്ക് ഈ കലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോഴത്തേക്ക് ഞാനത് ചെയ്യുന്നു, ഇനിയും ചെയ്യുന്നു. അല്ലാതെ ഇപ്പം ഇതിന് ഒരു റേറ്റ് വെച്ച് ഒരു പാട്ടിന് അങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഉദിക്കുന്നേയില്ല. അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞാൽ ആ ഒരു പാട്ട് നമുക്ക് കമ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് സഹായിക്കും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും തരുവാണെങ്കിൽ വാങ്ങിക്കും. അല്ലാതെ നമ്മളിപ്പോൾ അതിനകത്ത് വില പറയുന്ന നമ്മൾ ഇതല്ല ജീവിതമാർഗ്ഗം നമുക്ക് വേറെ ഉണ്ട്. എങ്കിലും ഇതുകൊണ്ട് ജീവിക്കാനും അതെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിപ്പോയി. അതിന് വില പേശി വിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതുകൊണ്ട് എന്ത് നേടി ഏതാ കെട്ടിടവും വീടും പിന്നെ സമ്പത്തും ഒന്നും അല്ല നേടിയത്. എനിക്ക് എൻ്റെ ആത്മാവിന് ഞാനൊരു കലാകാരനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ. എൻ്റെ പാട്ടുകൾ ചിലരൊക്കെ പാടുന്നുണ്ടല്ലോ, ഇതിൽക്കുള്ളൊരു ഭാഗ്യവനാ. ഞാൻ എഴുതിയ പാട്ട് പാടുന്നുണ്ട്, ഞാൻ ട്യൂൺ ചെയ്ത പാട്ട് പാടുന്നുണ്ട്, എൻ്റെ നാടകം എൻ്റെ ടെലിവിഷൻ കൂടെ എല്ലാവരും കാണുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെ അവർ ഇങ്ങോട്ട് കമൻറ്റുകളൊക്കെ പറയുന്നുണ്ട്, നല്ലതാണ്. ഈ ഒരു കാര്യം കേൾക്കുന്നതാണ് എനിക്ക് കോടികൾ കിട്ടുന്നതിനേക്കാൾ ഒരു വലിയ ഭാഗ്യം. ഓർമ്മ വെച്ച നാളെ മുതൽ ഉള്ള ഒരു നടക്കാത്ത
അല്ലെങ്കിൽ അടങ്ങാത്ത ആഗ്രഹമാണെങ്കിൽ പോലും ആണ്. അതിന്റെ ഒരു പാരമ്പര്യം എത്തിയത് 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. അതെ അതെ, 60 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എത്തിയത്. ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ അതിനെ കുറിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, നമ്മൾ എല്ലാവരുടെയും എടുക്ക പോയി ചോദിക്കുന്ന ഇടപാടൊന്നുമില്ല, നമുക്ക് വന്ന പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറയും ഇടിച്ച് നില പിടിച്ച് കയറാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പോകണമെന്ന് എനിക്ക് അതിനോട് താല്പര്യമില്ല. ഏതാ എല്ലാവരുടെ കൂടെ കഴിവ് കണ്ടെത്തി ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളത് ചെയ്യുന്നു, അത് ചെയ്യുന്നു. ഇനിയും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിടെ എനിക്ക് പോകുന്നത് അത് ഇഷ്ടമല്ല. അങ്ങനെ എന്തോ ഇതായിപ്പോയി. അത് എൻ്റെ പരാജയം അത് ചിലതൊക്കെ പറയുന്നു. ഭാര്യയുടെ സാധനം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അവർ പാട്ടുകാരെല്ലാവരും എല്ലാ പാട്ടിനെ പറ്റി നല്ല അറിയാം. എല്ലാ ഈ മലയാള സിനിമയിലെ പഴയ പാട്ടുകളെ കുറിച്ചെല്ലാം എനിക്ക് അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പാട്ട് ഒന്നും പാടത്തൊന്നുമില്ല, പക്ഷേ എല്ലാവരുടെയും പാട്ടുകൾ കേൾക്കും. നമുക്ക് അതൊരു പ്രചോദനം കൂടെ അവർക്ക് ഇത് അറിയാം. എന്തായാലും ഞാൻ പാട്ട് സംശയം വരികയാണെങ്കിൽ അത് ഇന്ത്യയിലെ പാട്ടാണെന്ന് അവർ പറയും, ഞാൻ പറഞ്ഞതിനേക്കാൾ മുമ്പ്. പിന്നെ ഒരു ഇത് കാര്യമുള്ളതേ, നമ്മളെ അടക്കാത്തൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും സാധിക്കും എന്നുള്ളതാണ് പലപ്പോഴും കണ്ടുവരുന്നത്. അതെ 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 അതെ, എൻ്റെ മോഹങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ മോഹങ്ങളെല്ലാം സാധിച്ചു. ആദ്യം ചെറുപ്പത്തിൽ സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ ടൈറ്റിൽ പേര് വരണമെന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ പേപ്പറിലൊക്കെ ചുമ്മാ എൻ്റെ പേര് എഴുതി വെക്കുന്നത്, സംവിധാനം ഇത് അതുപോലെ അവിടെ വരണത്. പക്ഷെ അത് കഥാപ്രസംഗം വന്നു, നാടകത്തിന് വന്നു, ആൽബത്തിന് വന്നു, സിനിമയിലും വന്നു. അപ്പോൾ ഇരുന്നു. ഇനിയിപ്പം നമുക്ക് എന്നാ വരണമെന്ന് നമുക്കൊന്നും അറിയാനൊക്കത്തില്ല. ഈ സാമ്പത്തിക തൃപ്തിയെക്കാളും കൂടുതൽ ആത്മസംതൃപ്തി അല്ലേ? അതെ അതെ അതെ, അയ്യോ അതുകൊണ്ടാണ്. അതില്ല അതല്ലേ. അപ്പോൾ എല്ലാവരും കലയെ നമ്മൾ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു കലയെ സ്നേഹിക്കുന്നതാണ് കലാകാരൻ. കലയെ സ്നേഹിക്കുമ്പോൾ അവൻ മനുഷ്യനാണ് സ്നേഹിക്കുന്നത്, അതുകൂടെ മനസ്സിലാക്കണം. കലയെ സ്നേഹിക്കുന്നത് മനുഷ്യനാണ് സ്നേഹിക്കുന്നത്. എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നതിന് അല്ലാതെ തന്നെ കല എന്താ? അത് എഴുത്തുകാരനാണെങ്കിലും പാട്ടുകാരനാണെങ്കിലും സംഗീതക്കാരനാണെങ്കിലും കല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണ്, ഒരു വരദാനമാണ്. അതെ, കലയെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യസ്നേഹി എന്നറിഞ്ഞ് ഒപ്പം സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരുപിടി ദുഃഖങ്ങൾ മാത്രം സമ്പാദ്യമെങ്കിലും പൊട്ടിച്ചിരിക്കുന്ന ഒപ്പം നിൽക്കുന്നവരിലേക്കും ആ ചിരി പടർത്തുന്ന ആ വലിയ മനുഷ്യനോട് വിട പറഞ്ഞു പോരുമ്പോഴും എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി വീണ്ടും ഏതോ വിഷാദരാഗങ്ങൾ തേടുകയായിരുന്നു ആ വിരലുകളും ആ വലിയ മനസ്സും.